ഹായ് ഹലോ ഓൾ. ദ വുമൺ ആൻഡ് ദ ഫ്ലെയിം ബൈ എയ്മി സിസേർ. അതാണ് ആ ഒരു പോവമാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ റൈറ്ററിലോട്ട് വരാം. എമി സിസേർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനായിരുന്നു, പോയറ്റായിരുന്നു, പ്ലേ റൈറ്റ് ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു കോട്ടുണ്ട്, അതായത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പോയട്രി വായിച്ച് നോക്കിയാൽ മതി എന്ന് അദ്ദേഹം ഒരു കൊട്ടേഷൻ ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണമുണ്ട്. അതായത് ഇഫ് യു വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് മൈ പൊളിറ്റിക്സ് റീഡ് മൈ പോയട്രി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സെന്റൻസിനകത്ത് തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ പോയട്രിക്കകത്ത് എന്താണെന്ന്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിനകത്ത് എന്താണെന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അദ്ദേഹത്തിന്റെ പോയമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ദ വുമൺ ആൻഡ് ദ ഫ്ലെയിം. സോ ഇദ്ദേഹത്തിനെ കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നെഗ്രിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റിന്റെ കോ ഫൗണ്ടർ ആണ് ഇദ്ദേഹം. ഓക്കെ, അപ്പോൾ നെഗ്രിറ്റ്യൂഡ് എന്നുള്ള മൂവ്മെന്റിന്റെ നെഗ്രിറ്റ്യൂഡ് എന്ന് വെച്ചാൽ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക്നെസ് എന്നാണ്, ബ്ലാക്ക്നെസ്. അപ്പോൾ അത് കൊണ്ടുവന്നത് ലിയോപോൾഡ് സെഡാർ സെംഗർ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നത് ആ ഒരു മൂവ്മെന്റ് കുറച്ചും കൂടി ഫ്ലറിഷ് ആക്കിയത് നമ്മുടെ എയ്മി സിസേർ ആണ്. അപ്പം നെഗ്രിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവ്മെന്റ് ആണ്. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ആഫ്രിക്കൻസിന്റെ ഇടയിൽ, അതായത് അവരുടെ ആ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കോൺഷ്യസ്നെസ് വളർത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ് ആണ്. അതായത് ആഫ്രിക്കൻസ് പല സ്ഥലത്തു നിന്നും പല രീതിയിൽ നിന്നുമുള്ള ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ ഇല്ലെന്ന് തോന്നിയത് കൊണ്ടാകാം ഇവരെ പോലുള്ള കുറച്ച് ഒരു ബ്ലാക്ക് റൈറ്റേഴ്സ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കോൺഷ്യസ്നെസ് തിരികെ പിടിക്കാനും അവരുടെ ആ ഒരു ഐഡന്റിറ്റി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകൾ ബ്ലാക്ക് ആഫ്രിക്കൻസിനിടയിൽ കൊണ്ടുവന്നൊരു മൂവ്മെന്റ് ആണ് നെഗ്രിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് എല്ലാ ഫീൽഡിലും ഉള്ള, ലിറ്ററേച്ചറിലാണെങ്കിലും ആർട്സിലാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും ഒരു റെസ്റ്റോറേഷൻ ആണ്. ബ്ലാക്ക് കോൺഷ്യസ്നെസിന്റെ ഒരു റെസ്റ്റോറേഷൻ ആണ് ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എയ്മി സിസേറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പാരീസിലാണ് എഡ്യൂക്കേറ്റഡ് ആയത്. പൊളിറ്റിക്കലി അദ്ദേഹം നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു. അദ്ദേഹം കുറേ സ്ഥലത്തൊക്കെ കുറേ പൊസിഷൻസ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. മെയിൻലി ആർക്ക് വേണ്ടിയായിരിക്കും ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ബ്ലാക്സിന് വേണ്ടിയാണ് ഇദ്ദേഹം കൂടുതൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇദ്ദേഹം സെറിയലിസത്തിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ പോയട്രി ഒക്കെ എഴുതുന്നത്. അതായത് സെറിയലിസം എന്നുള്ള ടെക്നിക്കാണ് ഈ ഒരു ലാംഗ്വേജിനെ കുറച്ചും കൂടി സ്റ്റൈലൈസ്ഡ് ആക്കുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസീവ് ആക്കുന്നതെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കൻ ഇമേജറി നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു റൈറ്ററാണ്. അപ്പോൾ പോയറ്റിക് ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും ഈ സെറിയലിസം യൂസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം കുറച്ചും കൂടി പോയറ്റിക് ലാംഗ്വേജിനെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് സെറിയലിസം ആണ്. അപ്പോൾ സെറിയലിസമാണ് ഈ ഒരു പോയട്രിക്കകത്ത് നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദ വുമൺ ആൻഡ് ദ ഫ്ലെയിം എന്നുള്ളതൊരു സെറിയലിസ്റ്റ് പോയമാണ്. കുറച്ച് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നതാണെന്ന് നമുക്ക് തോന്നാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ ഒരുപാട് മെറ്റഫേഴ്സ് വെച്ചിട്ട് ദ വുമൺ ആൻഡ് ദ ഫ്ലെയിം എന്നാണ് ടൈറ്റിലിന്റെ പേര് തന്നെ. അപ്പോൾ അവിടെ ആ ടൈറ്റിലിൽ തന്നെ ആ സ്ത്രീയെ, അതായത് ആ ഒരു കമ്പാരിസൺ പോലെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ ഈ ഒരു പോയം ഫുള്ളിനകത്ത് പറയുന്നത് വുമണിനെ ഒരുപാട് മെറ്റഫേഴ്സുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു സ്ത്രീക്ക് കുറേ ഇമേജസ് കൊടുത്തിരിക്കുകയാണ്, മെറ്റഫേഴ്സും ഇമേജറിയും ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി ഓൾസോ ഹാസ് അവോയ്ഡഡ് പങ്ക്ച്വേഷൻ മാർക്സ്. പോയത്തിനകത്ത് നമുക്ക് പങ്ക്ച്വേഷൻ മാർക്സ് കാണാൻ സാധിക്കില്ല. ഒരുപാട് പോയറ്റിക് ഡിവൈസ് ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻലി ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് അപ്പോസ്ട്രഫി എന്നാണ്. അപ്പോസ്ട്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പോയത്തിനകത്ത് സ്പീക്കർ, അതായത് നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ പോയം എഴുതിയിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ സ്പീക്കർ ആരാണെന്നോ അല്ലെങ്കിൽ ഇത് ആരെ അഡ്രസ്സ് ചെയ്താൽ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതൊരു ഒബ്ജക്റ്റ് ആണോ, അതൊരു പ്ലേസിനാണോ, അതൊരു മനുഷ്യനാണോ, അതൊരു സ്ത്രീക്കാണോ, പുരുഷനാണോ, ആനിമലിനാണോ, ബേർഡാണോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ ഒരു ആബ്സെൻസ് ഓഫ് പിന്നെ ആ ഒരു സ്പീക്കർ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ, ഫിസിക്കൽ പ്രസൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുകയില്ല. ആരെയാണോ അഡ്രസ്സ് ചെയ്യുന്നത്, ഈ പോയം ആർക്ക് വേണ്ടിയാണോ എഴുതിയത്, അയാളുടെ പ്രസൻസ് നമുക്ക് ഒരിക്കലും ഇതിനകത്തൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരിക്കലും യു എന്നോ അങ്ങനെയൊന്നും ഒന്നും പറയത്തില്ല. അപ്പോൾ ആ ഒരു ടെക്നിക്കിനെയാണ് അപ്പോസ്ട്രഫി എന്ന് പറയുന്നത്. APOSTROPHE. ഓക്കെ, അതായത് അഡ്രസ്സ് ആരാണെന്ന്, അതായത് ആരെയാണ് അഡ്രസ്സ് ചെയ്ത് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. അതായത് അത് ഏത് പെർട്ടിക്കുലർ പേഴ്സൺ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് ഫിസിക്കലി പ്രസന്റ് ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പം ഈ ഒരു ടെക്നിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റീസൺ ഉണ്ട്. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഐഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയാണ് ആ പേഴ്സണെ അഡ്രസ്സ് ചെയ്യാത്തത്. ആൻഡ് അത് മാത്രമല്ല, കുറച്ചും കൂടി ഡ്രമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നും, അല്ലേ? ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ഇടയിൽ ഒരു ക്യൂരിയോസിറ്റി കാണും. അപ്പോൾ ഈ അപ്പോസ്ട്രഫി എന്ന് പറയുന്നത് പ്രസന്റ് അല്ലാത്ത എന്തോ ഒരു ആബ്സെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ലൈഫിലോട്ട് തിരിച്ച് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ഡയറക്റ്റ്ലി. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡേഴ്സിന് കുറച്ചും കൂടി ഒരു ക്യൂരിയോസിറ്റി, കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്കിൽ തോന്നും. അപ്പം നമുക്ക് നോക്കാം.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീയെ ഒരുപാട് ഇമേജസ് യൂസ് ചെയ്തിട്ട് കമ്പാരിസൺ ചെയ്തേക്കുവാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഇതൊരു സെറിയലിസ്റ്റ് പോയത്തിനും എക്സാമ്പിളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതെങ്ങനെ ഒരു സെറിയലിസ്റ്റ് പോയമായി മാറുന്നു എന്നൊക്കെ വരാം. അപ്പം നമുക്ക് ഇതിന് ആദ്യമേ ഒരു സമ്മറി നോക്കാം, എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ദ വുമൺ ആൻഡ് ദ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു സെറിയലിസ്റ്റിക് ടെക്നിക്ക് വെച്ചിട്ട് എഴുതിയിരിക്കുകയാണ്. ആ സെറിയലിസ്റ്റ് ടെക്നിക്ക് ഓഫ് റൈറ്റിങ്ങിനെയാണ് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയത്തിലൂടെ ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തോട്ട്സ് അല്ലെങ്കിൽ ഇംപ്രഷൻസ് വളരെയധികം ചുരുക്കി കണ്ടൻസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടൻസ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡീപ്പായിട്ട് ഇതിനകത്ത് നിന്ന് കിട്ടും. ഫ്രം പോയറ്റിൻ്റെ മൈൻഡിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു പോയത്തിലോട്ട് വന്നിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ പോയറ്റിൻ്റെ അല്ലെങ്കിൽ അതായത് ഒരു പോയറ്റ് ഒരു സ്ത്രീയുമായി അസോസിയേറ്റ് ചെയ്ത് കുറേ ഇമേജസ് ഇങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ് റീഡേഴ്സിന്. ഒരുപാട് ഇമോഷൻസും ഇംപ്രഷൻസും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതൊന്നും ഫിക്സഡ് അല്ല. അതായത് ഇങ്ങനെ ഇമോഷൻസ് ആണെങ്കിലും ഇമേജസ് ആണെങ്കിലും ഇംപ്രഷൻസ് ആണെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബിഗിനിങ് ഓഫ് ദ പോയത്തിൽ നമുക്ക് കാണുവാണെങ്കിൽ ഈ ഒരു സ്ത്രീയെ ഒരു വുമൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വുമണിനെ ഒരു ലൈറ്റായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ബിറ്റ് ഓഫ് ലൈറ്റ് എന്നാണ് പറയുന്നത്, വെളിച്ചത്തിൻ്റെ ഒരു ബിറ്റ്. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നോട്ടത്തിലാവാം. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിഷൻ എസെൻഷ്യലാണ്. അപ്പോൾ വുമൺ എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റായിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പോയിട്ട് പിന്നീട് അവരെ കുറിച്ച്, അതായത് ആ സ്ത്രീയെ കുറിച്ച് കുറേ മെറ്റഫേഴ്സ് വെച്ചിട്ട് പറയുവാണ്. അതായത് ലൈറ്റുമായിട്ടുള്ള കുറേ മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ത്രീയെ ഷാഡോ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ 2 ഐലാഷസ് ഉണ്ടല്ലോ നമുക്ക് മുകളിലും താഴെയും. ആ 2 ഐലാഷസും ക്രിയേറ്റ് ചെയ്യുന്ന ഷാഡോ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുഖത്ത് തെളിയുന്ന, അതായത് റെയിൻബോസ് ഉണ്ടല്ലോ, റെയിൻബോ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അതായത് ഇവിടെ നേച്ചറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഈ ഒരു സ്ത്രീയെ. ഈ ഒരു സ്ത്രീ വുമൺ എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ വുമണിനെ നേച്ചറുമായിട്ട് നല്ല സറ്റിലായിട്ടുള്ള രീതിയിൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലും ഇങ്ങനെ കമ്പയർ ചെയ്ത് പോവുകയാണ്. വുമണിൻ്റെ ഇനി അടുത്തതെന്ന് വെച്ചാൽ സ്ത്രീയുടെ മൂവ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഏഞ്ചലിക് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള വാക്കാണ് ഈ സ്ത്രീക്കുള്ളത്, നടത്തയാണ് ഈ സ്ത്രീക്കുള്ളതെന്നാണ് പറയുന്നത്. അതും ഇതുപോലെ സറ്റിലായിട്ടാണ് പറഞ്ഞു പോയേക്കുന്നത്. SUBTLE, സറ്റിലായിട്ട്, അതായത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോയേക്കുവാണ്. ആൻഡ് വുമണ് ബ്യൂട്ടിഫുൾ ബോഡി മാത്രമല്ല, അവർക്കൊരു ഈസ്തെറ്റിക് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റും അതിനുണ്ടെന്നാണ് ഈ മെറ്റഫേഴ്സ് നമ്മളുടെ അടുത്ത് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഒരു മൂവ്മെന്റിനെ, ഒരു സ്ത്രീ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്യൂട്ടിഫുൾ ബോഡി മാത്രമല്ല നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, ബട്ട് ദേ ടു ഹാഡ് ആൻ ഓറ ഓഫ് ആൻ ഈസ്തെറ്റിക്, അതായത് ഒരു ഈസ്തെറ്റിക് ഓറയുണ്ട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഓറ ഒരു സ്ത്രീക്കുണ്ട് അല്ലെങ്കിൽ അവരുടെ നടത്തത്തിനുണ്ടെന്നാണ് ഇവർ പറയുന്നത്, നമ്മുടെ പോയിന്റ് പറയുന്നത്. ദെൻ ഹി ഫോക്കസസ് ഓൺ ദി ചേഞ്ചസ്, അതായത് ഈ വുമൺഹുഡിൽ ഫേസ് ചെയ്യുന്ന ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന വുമൺഹുഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സ്ത്രീ ജനിച്ച തൊട്ട് മരിക്കുന്നവരെയുള്ള അവരുടെ ആ ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ് അവർ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന്. ആദ്യമേ ഇവർക്ക്, അതായത് ബോഡിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മൈൻഡിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂത്ത്ഫുൾ ഫെമിനൈൻ ബ്യൂട്ടിയാണ് ആദ്യം ഇവർക്ക്. അത് വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. അത് പക്ഷേ പെട്ടെന്ന് മാറുന്നതാണ്, ചേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് വയസ്സ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ യൂത്ത്ഫുൾനെസ് മാറും അല്ലേ. സിസേറിയൻ അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ ഈ ഒരു സ്റ്റേജസ്, വുമൺഹുഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിനെ വെതറായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. വെതർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾ, അത് പെട്ടെന്ന് മാറി മറിഞ്ഞ് ഇങ്ങനെ സീസൺസ് ഒക്കെ എന്ന് പറയുമ്പോൾ മാറി മറിഞ്ഞ് നിൽക്കും, ചേഞ്ചാണ് ഒരുപാട് ഹാപ്പൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയുടെ വുമൺഹുഡ് എന്ന് പറയുന്നതും. ഒരുപാട്, അതായത് ഫ്രം ബീങ് എ യങ് ചൈൽഡ് ടു, അല്ലെങ്കിൽ ഒരു ബേബിയിൽ നിന്ന് ഒരു യങ് ചൈൽഡ് ആവുന്നു, പിന്നെ ഒരു ലേഡി ആവുന്നു, ഒരു വുമണായി മാറുന്നു. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൺഹുഡിൽ വരുന്ന ചേഞ്ചസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ പോയിറ്റിനും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, അത് വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്, ഇദ്ദേഹം വലിയ ചേഞ്ചസ് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതിനെ ഇദ്ദേഹം ഹുറിക്കെയിൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. HURRICANE, കൊടുങ്കാറ്റുകൾ പലതും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. വലിയ ചേഞ്ചസ്, അതായത് കൊടുങ്കാറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ചേഞ്ചസ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒന്നും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സിഗ്നിഫിക്കൻ്റ് ഒന്നും ആയിട്ട് തോന്നുന്നില്ല. കാരണം ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന ചേഞ്ചസ് ഒരു കൊടുങ്കാറ്റിനപ്പുറം വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അതായത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നും ഇല്ല, അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ കുറ്റമൊന്നും അല്ല ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ. പിന്നെ സിസേറി പിന്നീടും ആ സ്ത്രീയെ അഡ്രസ്സ് ചെയ്ത് പറയുവാണ്. അതായത് മോർണിംഗുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അപ്പോൾ മോർണിംഗ് വരുമ്പോൾ നമ്മൾ ലാമ്പ് ഓഫ് ചെയ്യും, അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അതായത് ലൈറ്റ് വരുമ്പോൾ നമ്മൾ ലാമ്പ് ഓഫ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പല്ലിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ, അതായത്
രാത്രിയിൽ, അതായത് പല്ലിനെ നൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുവാണ്, നിലാവുള്ള രാത്രിയുമായിട്ട് ഇവരുടെ പല്ലിനെ കമ്പയർ ചെയ്യുവാണ്. ഇവരുടെ പല്ലെന്ന് പറയുന്നത് ഇതാണ് അതായത് തിളങ്ങുന്ന കല്ലിനെ പോലെ തിളങ്ങുന്ന രാത്രിയായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് വേറൊന്നുമില്ല, മൂൺലൈറ്റ് ഉള്ളൊരു രാത്രിയായിട്ടാണ് ഇവരുടെ പല്ലിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നീട് അതുപോലെ വുമണിനെ ബേർഡ് എന്നാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ സ്ത്രീയെ ലൈറ്റ് അതായത് എല്ലാ സ്ഥലങ്ങളിലും ഡാർക്ക്നെസ്സിനെ മാറ്റി ലൈറ്റ് കൊണ്ടുവരുന്ന ഒരു ഹൊറൈസൺ ആയിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയെ ഒരു സ്മോൾ സ്റ്റോൺ ആയിട്ട് കമ്പയർ ചെയ്യുവാണ്. ആ ഒരു സ്റ്റോണിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ ഫ്ലെയിം ആയിട്ട് മാറ്റാൻ സ്ത്രീകൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ സിസേർ യൂസ് ചെയ്യുന്ന മെറ്റഫർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ റൈറ്റിങ്ങിനെയാണ് അദ്ദേഹം, അതായത് ഈ ഒരു പോയം എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ റൈറ്റിങ്ങിനെ മെറ്റഫറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം ഒരു റൈറ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇദ്ദേഹം വാച്ച് ചെയ്യും. അതായത് ഏത് പഴയ കാര്യങ്ങളാണെങ്കിലും, ഓൾഡ് തോട്ട്സ് ആണെങ്കിലും, ഓൾഡ് ഐഡിയാസ് ആണെന്നുണ്ടെങ്കിലും ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഇല്ലുമിനേഷൻ, അതായത് ഒരു ലൈറ്റ് പോലെയാണ് ലാംഗ്വേജ്. അതിലൂടെ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വുമൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇല്ലുമിനേറ്റിംഗ് തോട്ടാണ് വുമൺഹുഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. സ്മോൾ ആയിട്ട് തോന്നുമെങ്കിലും അതെല്ലാം വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ പവർഫുൾ ആയിട്ടുള്ള ലാംഗ്വേജിലൂടെയാണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത്. ഫ്ലെയിം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ലാംഗ്വേജിനെയാണ് സിംബലൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വേർഡ്സിനെയാണ് സിംബലൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. ആൻഡ് പിന്നീട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയെ ഒരു സീ ബേർഡ്സിനെ പോലെ കമ്പയർ ചെയ്യുവാണ്. സീ ബേർഡ്സ്, കടലിലുള്ള ബേർഡ്സിനെ പോലെ കമ്പയർ ചെയ്യുവാണ്. ആൻഡ് ഓൾസോ വിൻഡുമായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ വിൻഡ് എങ്ങനെയാണ്, സീയിലുള്ള വിൻഡ് എന്ന് പറയുമ്പോൾ അത് സോൾട്ടി ആയിരിക്കും അല്ലേ. ആ ഒരു സോൾട്ടി വിൻഡ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സിലെല്ലാം ഇതുപോലെ അതായത് രാവിലെ ഈ ഒരു കടൽ കാറ്റെന്ന് പറയുന്ന എല്ലായിടത്തും സോൾട്ട് കൊണ്ട് വെതറും എന്ന് പറയുവാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ വുമൺ എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് തന്നെ ഇദ്ദേഹത്തിന് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു എനർജി കൊടുത്തേക്കുവാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഒരുപാട് ഇമോഷൻസ് വന്നു പോയി നിൽക്കുന്നത് പോയിറ്റിന്റെ മൈൻഡിൽ. അപ്പോൾ ഈ ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് ആയിട്ടാണ് സ്ത്രീയെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഈ വുമൺ എന്ന് പറയുന്ന ഇമേജ്, അല്ലെങ്കിൽ ഈ ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഷീ ഡസൻ ബിലോങ് ടു ദിസ് വേൾഡ് എന്നാണ് പറയുന്നത്. അതായത് വേറെ ഏതോ വേൾഡിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. അതായത് വേറെ ഏതോ വേൾഡ് ഓഫ് ഐഡിയാസിൽ നിന്ന്, അല്ലെങ്കിൽ ഗോഡിന്റെ വേൾഡിൽ നിന്ന്, അല്ലെങ്കിൽ ഹെവനിൽ നിന്ന് വന്നതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ പോയം എന്ന് പറയുന്നത് എന്തിന്റെ സെലിബ്രേഷൻ ആണെന്ന് പറയാം, റൈറ്റിങ്ങിന്റെ സെലിബ്രേഷൻ ആണെന്ന് പറയാം അല്ലേ. അപ്പം ആ ഒരു റൈറ്റിംഗ് എന്നുള്ളൊരു കോംപ്ലക്സ് പ്രോസസ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് അതുപോലെ തന്നെ വുമണിനെ ഡ്രാഗണുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്രാഗണിന്റെ ആ ഒരു വളരെ മെജസ്റ്റിക് ആയിട്ടുള്ളൊരു ലുക്കായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ വുമൺ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു സ്പിരിറ്റാണ്. സ്പിരിറ്റ് എന്ന് വെച്ചാൽ ഐഡിയാസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനും കുറേ ഐഡിയാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സ്പിരിറ്റാണ് ഇതേ വിമൺ എന്നും പറയുന്നുണ്ട്. ആൻഡ് വുമണിനെ ഒരു സൗണ്ടായിട്ടും, അതായത് ഈ ഐഡിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഐഡിയാസ് നമുക്ക് പെട്ടെന്ന് തുറന്നു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അപ്പോൾ അതുമായിട്ടും നമുക്ക് സ്ത്രീയെ കമ്പയർ ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് ഏത് സൗണ്ടിന്റെ രൂപത്തിൽ നമുക്കൊരു സ്ത്രീയെ കമ്പയർ ചെയ്യാം. അതായത് ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഇന്നവിറ്റബിൾ ആണെന്നാണ് പറയുന്നത്. ഒരു ഗോസ്റ്റ് ആയിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ത്രീയെ കമ്പയർ ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ്, അവൾ എല്ലായിടത്തും കാണും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കംപ്ലീഷൻ ഒരു സ്ത്രീക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഈ ഒരു പോയത്തിലൂടെ ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഇമേജസ് ഒക്കെ, ഈ ഗോസ്റ്റിന്റെ ഇമേജസ് എന്നൊക്കെ പറയുമ്പോൾ, ഡ്രാഗണിന്റെ ഇമേജ് എന്നൊക്കെ പറയുമ്പം സ്ത്രീയെ ഒരു സൗണ്ടായിട്ട്, സ്ത്രീയെ ഒരു ഐഡിയ ആയിട്ട് കമ്പയർ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴേ ആലോചിച്ചോണം, ഇതൊക്കെയാണ് ഇതിനകത്ത് സെറിയലിസം എന്ന് പറയുന്നത്. സെറിയലിസം എന്ന് പറയുമ്പോൾ ഒരു റിയാലിറ്റി പ്ലസ് ഫാന്റസി മിക്സ് ആണ് സെറിയലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം റിയാലിറ്റി എന്ന് പറയാം നമുക്ക്. അപ്പോൾ സ്ത്രീയെ എന്തൊക്കെയായിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വിമണിനെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ റൈറ്റർ ഒരു വളരെ ഇലാബറേറ്റ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് സ്ത്രീ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്, നമ്മുടെ കണ്ണുകളുടെ ആ പീലിയുടെ ഷാഡോ ആണെന്ന് പറയുന്നുണ്ട്, റെയിൻബോ ആണെന്ന് പറയുന്നുണ്ട്, ഇവരുടെ നടത്തം ഏഞ്ചലിക് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഈ പോയറ്റിന് സ്ത്രീയായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്ത്രീയെ ഇദ്ദേഹം ലൈറ്റായിട്ടും വിൻഡായിട്ടും ഒക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് പോയറ്റിനുള്ളൊരു ക്രിയേറ്റീവ് ഫോഴ്സാണ്. അതായത് ഈ ഒരു സ്ത്രീയെ കാണുമ്പോൾ പോയറ്റിന് എഴുതാൻ തോന്നുവാണ് ക്രിയേറ്റീവായിട്ട്. അപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു സെന്ററാണ്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ്, ഡ്രൈവിംഗ് ഫോഴ്സാണ് ഈ ഒരു വുമൺ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ വുമൺ എന്ന് പറയുന്നത് ഒരു ട്രാൻസെൻഡന്റൽ ബീയിങ് ആണ്. അതായത് വെച്ച് കഴിഞ്ഞാൽ ഈ എർത്തിലുള്ളതല്ല, വേറെ എവിടെ നിന്നോ വന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഡ്രാഗണായിട്ടും വിൻഡായിട്ടും റെയിൻബോ ആയിട്ടും ഐഡിയാസ് ആയിട്ടും സൗണ്ട് ആയിട്ടും ഒക്കെ ഇവർക്ക് മാറാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം ഈ ക്രിയേറ്റിവിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ഇയാളെ ഹെൽപ്പ് ചെയ്തത് ഈ വുമണിന്റെ ഇമേജാണ്. പിന്നെ
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറ്റഫേഴ്സിനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ വരെ. ഇതിനകത്ത് ഒരുപാട് മെറ്റഫേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോയം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഇമേജസും വിഷ്വൽ മെറ്റഫേഴ്സും സിമ്പിൾസും തോട്ട്സും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ടൈറ്റിൽ ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. ഓക്കെ, അതായത് ദ വുമൺ ആൻഡ് ദ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു ടൈറ്റിലും മെറ്റഫർ തന്നെയാണ്. പിന്നെ ഫെമിനൈൻ എനർജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫെമിനൈൻ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ വുമൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ്, ഒരു ലൈറ്റാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോഴ്സ് ആണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനെ ഡ്രൈവ് ഫോഴ്സ് ചെയ്തത് ഈ ഒരു ഫെമിനിറ്റിയാണ്. ആൻഡ് അതുപോലെ തന്നെ പോയറ്റിന് ശരിക്കും പറഞ്ഞാൽ പോയറ്റിന് മനസ്സിലാക്കാവുന്നതിലപ്പുറമാണ് ഫെമിനിറ്റി എന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഫെമിനിറ്റി അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയാണ് ഇദ്ദേഹത്തിന് ഐഡിയാസും വേർഡ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒന്ന് ബ്ലാങ്ക് ആയിട്ട് നിന്നാലും ഈ ഒരു വുമൺ ആണ് അദ്ദേഹത്തിന് ഐഡിയാസും, അതായത് ക്രിയേറ്റീവ് എനർജി ആയിട്ട് ഈ ഒരു സ്ത്രീയെ കമ്പയർ ചെയ്തേക്കണം. ഒരു റൈറ്ററിനെ എഴുതണം എന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ വേണം, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് വേണം. അതാണ് ഇവിടെ വുമണുമായിട്ട് കമ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. ആൻഡ് പിന്നെ എന്ന് പറയുന്നത് അടുത്ത ഇവരെ ഒരുപാട് ഇമേജസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. ലൈറ്റായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്, ഒരു ഗോസ്റ്റായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്, വിൻഡായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഏത് വിൻഡാണ്? മറ്റേ സോൾട്ടി വിൻഡായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡ്രാഗണായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലെയിം ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇമേജസ് ഒക്കെ ആയിട്ടാണ് മെറ്റഫറിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു പോയത്തിനകത്ത് വളരെയധികം സ്പോണ്ടേനിയസ് ആയിട്ടാണ് സർറിയലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, ഇല്ലോജിക്കൽ ആയിട്ടുള്ള കുറേ കമ്പാരിസൺസ്, വളരെ സ്ട്രേഞ്ച് ആയിട്ടും വിയേർഡ് ആയിട്ടുള്ള കുറേ കമ്പാരിസൺസ് വന്നിട്ടുണ്ടല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു. ആൻഡ് അതുപോലെ തന്നെ അതായത് എന്താണോ ഇയാളുടെ മൈൻഡിൽ വന്നത് അതെല്ലാം ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതാണൊരു ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണോ മൈൻഡിൽ വന്നത് അതൊരു സ്പോണ്ടേനിയസ് ഫ്ലോ പോലെ, ഒരു നദി ഒഴുകുന്ന പോലെ എല്ലാം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ അപ്പോൾ ഈ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ട്സ് ആയിരിക്കും, തോട്ട്സ് എങ്ങനെയാണോ മൈൻഡിൽ വരുന്നത് അത് അതുപോലെ അങ്ങ് എഴുതിയിരിക്കും. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള കൺട്രോളോ റെസ്ട്രിക്ഷൻസോ നമ്മൾ വരുത്തില്ല. അതുകൊണ്ടാണ് അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് അതിൻ്റെ ബ്യൂട്ടിയോ ഭംഗിയോ ഒന്നും നമ്മൾ നോക്കത്തില്ല. തോട്ട്സ് എങ്ങനെ മൈൻഡിൽ വരുന്നോ അതുപോലെ അങ്ങ് എഴുതി വെക്കും. അതാണ് ഈ ഒരു പോയത്തിനകത്തും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സ്ത്രീയെ വെതറുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഐഡിയാസ് ഡ്രാഗണായിട്ടൊക്കെ നമ്മൾ ഒരു സ്ത്രീയെ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ്. ഡ്രാഗണായിട്ടെന്ന് വെച്ചാൽ അതിനകത്തൊരു ഫ്ലെയിം ഉണ്ടല്ലോ ഡ്രാഗൺസിന്, ആ ഒരു ഫ്ലെയിം ആയിട്ടാണ് ഈ സ്ത്രീയെ കമ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പങ്ക്ച്വേഷൻ മാർക്സ് പോലും ഇല്ല ഇതിനകത്ത്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതൊക്കെ ഓട്ടോമാറ്റിക് റൈറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് നിർത്തി എഴുതുവാണെങ്കിലല്ലേ കോമയും ഫുൾ സ്റ്റോപ്പും നമ്മൾ ഇടത്തോളും. അപ്പോൾ ഓട്ടോമാറ്റിക് റൈറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? തോട്ട്സ് മൈൻഡിൽ വരുന്നു, നമ്മൾ അതുപോലെ എഴുതുന്നു. അതുകൊണ്ടാണ് ഇവിടെ പങ്ക്ച്വേഷൻസ് ഇല്ലാത്തത്. സോ ഇതൊരു സെറിയലിസ്റ്റ് പോയമാണെന്ന് പറയുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. ഒരു ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ആണെന്നും എല്ലാം ആണ് ഇതിനകത്ത് പറയേണ്ടത്. ഓക്കെ, സെസേർ ഇതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന്, ഏതൊക്കെ ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നും എല്ലാം. ഇത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് സാധാരണയായിട്ട് വരുന്നത്. പിന്നെ അപ്പോസ്ട്രഫി എന്താണ്, ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്താണെന്ന്, നെഗ്രിറ്റ്യൂഡ് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇഫ് യു സ്റ്റിൽ ഹാവ് എനി ഡൗട്ട്സ് ആസ്ക് ഇൻ ദി കമൻറ്റ് ബോക്സ്. താങ്ക് യു.